ഹായ് എവരി വൺ. ഇന്നാണെങ്കിൽ നമ്മുടെ സിയാമിനൊരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ് ചൈനയിലെ. അപ്പം ഇവിടെ ആണെങ്കിൽ ഒരു ഫേമസ് ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, ലോക്കൽ ഫുഡ് സ്ട്രീറ്റും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പോൾ അവിടോട്ട് പോകാം. അപ്പം ഇതാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഫ്രണ്ട് ഗേറ്റ് ആണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഇതിനെ പറയുന്നത് യൂണിവേഴ്സിറ്റി ടൗൺ സ്റ്റേഷൻ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഫുഡ് സ്ട്രീറ്റ് ഉള്ളത്. അപ്പോൾ ഇത് കുറച്ച് ഫേമസ് ആണ് ഇവിടെ. ലോക്കൽസിനും ടൂറിസ്റ്റിനും ഒരുപോലെ ഫുഡ് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടമാണിത്. ഇവിടെ എല്ലാ ടൈപ്പ് രീതിയിലും ഫുഡ്സ് അവൈലബിൾ ആണ്. പക്ഷേ എല്ലാ ടൈപ്പ് എന്ന് പറയുന്നാലും കൂടുതലും ചൈനീസ് ടൈപ്പ് ഫുഡുകളാണ് എല്ലാം. പിന്നെ നമുക്ക് ചൈനീസ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കുറച്ച് എക്സ്പ്രഷനും അതുപോലെ തന്നെ ട്രാൻസ്ലേഷനും ഉപയോഗിച്ച് നമുക്കിതെല്ലാം മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ വീചാറ്റ് ഉണ്ടായാൽ മതി, നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നല്ല ബാർബിക്യൂസാണ്, നല്ല ടേസ്റ്റാണ്, നല്ല ടെംപ്റ്റിങ് സ്മെൽസാണ് ഇവിടുന്ന് വരുന്നത്. എല്ലാ സ്മെല്ലൊന്നും നമുക്ക് പിടിക്കത്തില്ല. ഈ കാണുന്നത് ഇവിടുത്തെ ഡംപ്ലിങ്സ് ആണ്. ചൈനീസ് ഡംപ്ലിങ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഫേമസ് തന്നെയാണ്. പിന്നെ ഈ ബാംബൂവിൽ ഇത് പുഴുങ്ങിയെടുക്കുന്നത്, അതായത് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്, അതുപോലെ കഴിക്കാനും നല്ലതാണ്, നല്ല ടേസ്റ്റുമായിരുന്നു. പിന്നെ അവരാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് ഉണ്ടാക്കുന്നതും. നല്ല നീറ്റ് ആൻഡ് ടൈഡായിട്ടുള്ള ഒരു സ്റ്റാളായിരുന്നു ഇത്. പിന്നെ അല്ലാത്ത കുറച്ച് വയേർഡായിട്ടുള്ള ഫുഡ്സുകളും കുറച്ചൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ എല്ലാ ടൈപ്പ് ഫുഡ്, നൂഡിൽസ്, ഡെസേർട്ട്സ് എല്ലാം കിട്ടും, എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും. പിന്നെ ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻ കേക്ക്, ഇത് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ്. നമ്മൾ പറയുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി തരും. ഇപ്പം നമുക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട, എല്ലാം അഫോർഡബിൾ പ്രൈസിന് കിട്ടും. അതാണ് ഇവിടെയൊക്കെ ഉള്ളൊരു പ്രത്യേകത. പിന്നെ ഒരു ഫുഡ് തന്നെ വിവിധ തരം പ്രൈസ് റേഞ്ചസിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവർ പെട്ടെന്ന് വളരെ സ്പീഡായിട്ട് ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ യൂണിവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പം എല്ലാവർക്കും, അതായത് വൈകിട്ടായി പിന്നെ സ്റ്റുഡൻസും എല്ലാവരും, എല്ലാ ടൈപ്പ് ആൾക്കാരും താമസിക്കുന്ന ഏരിയ ആണല്ലോ അപ്പം യൂണിവേഴ്സിറ്റി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാ ടൈപ്പ് ആൾക്കാരും ഈവനിങ് ആകുമ്പം ഇറങ്ങും. എല്ലാവർക്കും അഫോർഡ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഞാനാണെങ്കിൽ അടുത്ത വാങ്ങിയ ഇതാണ് ഈ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ ചിക്കനും പ്രോണും അതുപോലെ നമ്മുടെ റൈസ് കേക്ക് ഫ്രൈയും, ഇത് മൂന്നും കൂടെ ചേർന്നിട്ട് ഈ കൊട്ടി വെക്കുന്നതാണ്. ഇത് നല്ല ടേസ്റ്റാണ് ആക്ച്വലി. ഇപ്പം നമ്മുടെ KFCയിൽ അതേ ടേസ്റ്റ് തന്നെയാണ് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്, അതേ ഇത് തന്നെ. പിന്നെ നമുക്കാണെങ്കിൽ ഇപ്പം ഫ്ലേവേഴ്സ് ഇപ്പോൾ സ്പൈസി എടുക്കാം, അല്ലെങ്കിൽ നോൺ സ്പൈസി എടുക്കാം, മീഡിയം സ്പൈസി, ഏത് രീതി വേണമെങ്കിലും നമുക്ക് കിട്ടും. വളരെ ചീപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. ഈ ഫുഡ് ഇപ്പോൾ ഇവിടെ നമുക്ക് 10 രൂപയ്ക്ക് കിട്ടുന്നെങ്കിൽ ഇതേ ടൈപ്പ് തന്നെ നമുക്കൊരു മിഡിൽ കടയിൽ ചെന്നാൽ അതൊരു 25 ആയിരിക്കും. പക്ഷേ കുറച്ചുകൂടി സ്റ്റാൻഡേർഡുള്ളൊരു കടയിൽ ചെന്നാൽ അതൊരു 50, ആ റേഞ്ചിൽ, ആ രീതിയിലാണ് ഇവിടെ. ഈ രീതിയിൽ എല്ലാ ഫുഡും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഈ കൊച്ചന് നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി തരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു ഈ കടയിലും. എല്ലാ കടയിലും തിരക്കാണ്, എല്ലാ കടയിലും ക്യൂ നിന്നേ നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ ആണെങ്കിൽ പിന്നെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് എല്ലാവരും എന്നും വലിയ റെസ്റ്റോറൻറ്റിലൊന്നും അങ്ങനെ കഴിക്കാറില്ല. ഇവിടെ ഇതുപോലുള്ള ഇപ്പം സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോൾ ഇതുപോലത്തുള്ള കടകളിൽ കുറച്ചുകൂടെ തിരക്ക് കൂടുതലായിരിക്കും. പിന്നെ ഇവിടെ ടേക്ക് അവേയും ഉണ്ട് കേട്ടോ. നമ്മളിപ്പം ഫുഡ് അവിടെ നിന്ന് കഴിക്കണമെന്നില്ല, നമുക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അത്ര സിമ്പിളൊന്നും അല്ല. കാരണം കുട്ടികൾ, കപ്പിൾസ് ഉണ്ട്, ടൂറിസ്റ്റ് ഉണ്ട്, എല്ലാം കൂടെ ഉള്ള ഒരു ഫെസ്റ്റിവൽ വൈബാണ് ഇവിടെ. പിന്നെ എല്ലാവർക്കും അവരുടേതായ ഒരു ഓൺ ഫേവററ്റ് ഡിഷ് ഇവിടെ കാണും. അപ്പം പിന്നെ സൊവനീഴ്സ്, അടിപൊളി നല്ല ക്യൂട്ട് സൊവനീഴ്സ്, എങ്ങും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ക്യൂട്ട് സൊവനീഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബബിൾ ടീ, പലതരം ബബിൾ ടീ ഫ്ലേവേഴ്സ് ഉണ്ട് ഇവിടെ. സ്ട്രോബെറി, മാംഗോ, മാച്ച, അതായത് ഗ്രീൻ ടീയുടെ കളറിൽ നല്ല ടേസ്റ്റാണ് എല്ലാം കഴിക്കാനായിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോക്കൽസിനും ടൂറിസ്റ്റിനും ഒരുപോലെ പ്രിയപ്പെട്ടതായി ഈ സ്ട്രീറ്റ്. കാരണം ചെറുതായി
അതായത് ചെറിയ സ്മോൾ സ്നാക്സ് മുതൽ കഴിക്കാവുന്ന സ്നാക്സ് മുതൽ വലിയ മീൽസ് വരെ ഈ സ്ട്രീറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇത് ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഇവിടെ ഈ സ്ട്രീറ്റ് എല്ലാവർക്കും. അതുകൊണ്ട് കുറച്ച് ഫേമസും ഇത്. പിന്നെ ഇതുപോലത്തുള്ള സ്റ്റോളുകളിലൊക്കെ അവരവർ തന്നെ ചിലതൊക്കെ അവരവർ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ഏരിയയും കൂടാണ് ഇവിടെ. അതായത് അവർ തന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടുവരും. ചിലതൊക്കെ ആണെങ്കിൽ അല്ലാതെ തന്നെ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ കുറച്ച് വേറെ എവിടെയെങ്കിലും നിന്ന് എടുത്ത് കൊണ്ടുവന്ന് വിൽക്കുന്ന രീതിയിൽ അങ്ങനെയല്ല. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ കുഞ്ഞു കുഞ്ഞു തട്ടുകടകളായിട്ട് പുറത്ത് തന്നെ കുഞ്ഞു കുഞ്ഞു തട്ടുകടകളായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഞാൻ പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് ഗേറ്റ് ഫ്രണ്ടിലായിട്ടാണ് ഈ കാണുന്ന ഈ ഫുഡ് സ്ട്രീറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈവനിങ് ആയാൽ പിന്നെ ഭയങ്കര തിരക്കാണ്. അതായത് സ്റ്റുഡൻസിൻ്റെയും എല്ലാവരുടെയും തിരക്കാണ് ഇവിടെ. സ്റ്റുഡൻസ് മാത്രമല്ല, എല്ലാവരും ഇവിടെ വരാറുണ്ട്. ഞാനാണെങ്കിൽ കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഞാനാണെങ്കിൽ എല്ലാം ടേക്ക് അവേ ആയിട്ടാണ് എടുത്തത്. ഇവിടെ ഇരുന്ന് കഴിക്കുന്ന രീതിയിലൊന്നും വാങ്ങിയില്ല, എല്ലാം വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുന്ന രീതിയിലാണ്. ഇത് വേറെ ടൈപ്പ് പാൻ കേക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നടുക്ക് കട്ട് ചെയ്തിട്ടാണ്ട് ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുള്ളൂ. അങ്ങനെ തിരിച്ച് നമ്മളാണെങ്കിൽ വീട്ടിലോട്ട് പോവുകയാണ്. പണ്ട് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ പഴയ വീഡിയോ കണ്ടാൽ അറിയാം. അത് ഇവിടുന്ന് പൊളിച്ചു മാറ്റി സ്റ്റേഷനൊക്കെ ഇവിടുന്ന് മാറ്റി പഴയ സ്ഥലത്ത് കൊണ്ടാക്കി. അതുകൊണ്ട് അവിടെ അതാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.